പരിപ്പ് ചിരക്കയായിട്ട് കറി വെച്ചിട്ടുണ്ടോ? എല്ലാ നാട്ടിലോട്ടൊന്നും ഇല്ല, ചില നാടുകളിലോട്ടേ ഉള്ളൂ ഇത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പം ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിവിടെ സൺഫ്ലവറാണ് ഒഴിച്ചേക്കണേ. എന്നിട്ട് കുറച്ച് കടുകും ഉലുവയും ഒത്തിരി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ടത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് സവാളയും കാന്താരി മുളകും കറിവേപ്പിലയൊക്കെ അരിഞ്ഞു വെച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുത്ത്, ഭയങ്കരമായിട്ട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പം ചിരക്ക ഫ്രോസൺ ആട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് സാമ്പാറിൽ കഷ്ണം അധികം ആയതുകൊണ്ട് കുറച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ശരിക്കൊന്ന് അതിൻ്റെ ആ ഫ്രോസൺ ആ ഇതൊന്ന് മാറി ശകലം ഒന്ന് വഴന്ന് കഴിയുമ്പോഴേ അതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ ഈ പരിപ്പും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുക്കറിൽ അടിച്ചിട്ടേ. അതിൻ്റെ വീഡിയോ പിടിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് അതും കൂടി അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രം തന്നെ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചിച്ചിട്ടിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് പിന്നെ ഒരു ക്രഷ്ഡ് ഗാർലിക് പേസ്റ്റ് അത് ഇങ്ങനെ ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടുന്നത്, അതും ഒരു കഷ്ണം ഇട്ട് ശരിക്കൊന്ന് മൂടി വെച്ച് നല്ലോണം തിളച്ച് വരുമ്പം അത് മൂടി വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പം നമ്മളൊന്ന് എടുത്ത് തുറന്ന് ഒന്നുകൂടെ ഇളക്കി നമ്മൾ വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം നമ്മൾ ചെറു തീയിലിരുന്ന് അങ്ങനെ വെന്ത് കഴിയുമ്പം ചിരക്കൊക്കെ പാകം വേഗ ആവും കേട്ടോ. അങ്ങനെ പാകം വേവായി കഴിയുമ്പോൾ വീണ്ടും നമ്മളെടുത്ത് അത് നല്ലോണം ഒന്ന് ഇളക്കി കണ്ടോ. ഇപ്പം നല്ല പാകം വെള്ളമൊക്കെ പറ്റി ചിരക്കൊക്കെ വെന്ത് നല്ല പാകം വേവായിട്ടുണ്ട്. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ പുതിനയില അല്ലെങ്കിൽ നമ്മുടെ മല്ലിയില ഏതിട്ടാലും കുഴപ്പമില്ല, ഒത്തിരി ആവാതെ ഇരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇട്ട് വീണ്ടും ഒന്നോടെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും കേട്ടോ. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഈ പരിപ്പ് കറിയും ഒരു ശകലം മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പരിപ്പ് കറിയും ഒരു ചാള വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും.